കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ബില്ലിൻ്റെ ആവശ്യം പോലും ഇതിനില്ല. ഓക്കെ, പിന്നെ എത്ര സയൻറ്റിസ്റ്റിൻ്റെ പിന്നിലുണ്ട്, പ്രൊഡക്റ്റ് എങ്ങനെയാണ്, ക്വാളിറ്റി ഉള്ളതാണോ എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഓക്കെ ഓക്കെ അതെ. അങ്ങനെ എന്താ വെച്ചാൽ കവചപ്രാശിയിൽ കൂട്ടിയ സാധനം എന്തെന്നാണ് ഞാനിപ്പോൾ വിവരിച്ചു തന്നു നിങ്ങൾക്ക്. സാഫ്രോൺ വരെയുണ്ട്. സാഫ്രോൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലിയുള്ള സാധനമാണ്. സാഫ്രോൺ എക്സ്പോർട്ട് ചെയ്യുന്ന കാശ്മീരിലാണ്, പഞ്ചാബിലും ഇഷ്ടംപോലെ അതുണ്ട്, പാകിസ്ഥാനിലുണ്ട്. നമ്മുടെ നാട്ടിലും ആരും കൃഷി ചെയ്യുന്നു പറയുന്നുണ്ട്, കുറച്ച് കൂടുതൽ എനിക്കറിയില്ല. പക്ഷേ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ ഇതുപോലത്തെ ഒരു സാധനം വേറെ ഇല്ല. ഫ്രീ റാഡിക്കൽസ്, അന്തരീക്ഷത്തിൽ മുഴുവൻ ഫ്രീ റാഡിക്കൽസ് ആണ്. പൊല്യൂഷൻ്റെ പ്രശ്നം. ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ വന്ന് നമ്മളിവിടെ കൂട്ടാൻ ഇപ്പോൾ പറഞ്ഞ ഋഷ്യ വരുന്നുണ്ട്, അത് ആക്സിഡൻറ്റ് തിരിക്കുമ്പോൾ ആ പുകയിൽ നമ്മൾ ശ്വസിച്ചു. ഫാക്ടറിയിൽ നിന്ന് വരുന്ന ഔട്ട്ലേക്ക് അടിക്കുന്ന പൊല്യൂഷൻ്റെ പ്രശ്നം, നമ്മൾ കാർ കയറുന്നു, മലിനജലം, പൊടിപടലങ്ങൾ, ഡസ്റ്റ്, ഇതെല്ലാം നമ്മൾ ആക്രമിക്കുന്നു. നമ്മുടെ സെല്ലുകൾ, സെൽസ് തകരാറിലായി. സെല്ല് നമ്മുടെ, അതായത് ഒരു ചെടിൻ്റെ ഒരു ലീഫിന് നമ്മൾ ചെറുപ്പത്തിൽ ടീച്ചർ വാങ്ങിയിട്ട്, മോനെ ഇസ്മായിൽ നീ പോയിട്ട് ഒരു ലീഫ് പകുതി ഇല പറിച്ചുകൊണ്ട് വന്നു. എന്തിന് ടീച്ചറെ? അതിൽ കോശങ്ങളുണ്ട്, കോശം ഞാൻ കാണിച്ചു തരാൻ. ആ കോശങ്ങളെ ടീച്ചർ പിളർത്തിക്കൊണ്ട് കാണിച്ചു തന്നിട്ടുണ്ട് കോശം. അതേപോലെ നമ്മുടെ ബോഡിയിൽ സെൽസ് ഉണ്ട്. ആ സെൽസിനെ എന്താക്കുന്നു? സെൽസ് നശിക്കുന്നു, നമ്മൾ രോഗികളായി പോകുന്നു. അലോപ്പതി മരുന്നിൻ്റെ പിന്നാലെ ഓടുന്നു. ഒരു രോഗത്തിനും ഒരു മരുന്ന് കഴിക്കുമ്പോൾ മറ്റൊരു രോഗത്തെ നമ്മൾ ഉണ്ടാക്കുന്നു. ഒരു ബിസിനസ് സാമ്രാജ്യമാണ് അലോപ്പതി. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഒരു ബിസിനസ്സിൻ്റെ വലിയ സാമ്രാജ്യമാണ്. പക്ഷേ ഇത് ആയുർവേദിക് സാധനമാണ്, നോ സൈഡ് എഫക്റ്റ്. അപ്പം ഇതിൻ്റെ വില കോസ്റ്റാണെങ്കിലും ഇതിൻ്റെ കണ്ടൻസ്, ഇൻഗ്രീഡിയൻസ് പവർഫുള്ളാണ്. ഓക്കെ, ഞാൻ അടുത്തേക്ക് സോമബന്ധം, അതായത് കോഫ് നിൽ എലിമെൻസിൻ്റെ, നമ്മുടെ ഈ കമ്പനിയുടെ എലിമെൻസിൻ്റെ കോഫ് നെല്ല്, അതായത് കഫം വന്നവർക്ക് ഒരു ബോട്ടിൽ കഴിക്കാം. ഒരു ബോട്ടിൽ കഴിച്ചിട്ട് പോയില്ല, 2 ബോട്ടിൽ കഴിക്കാം. 2 ബോട്ടിൽ കഴിച്ചിട്ട് 3 ബോട്ടിൽ ഫിനിഷ് ചെയ്യാം. അപ്പം ചോദിക്കും ഇത്രയെല്ലാം കഴിക്കണമെന്ന്. അലോപ്പതി മരുന്ന് നമ്മൾ 2-3 ബോട്ടിൽ സിറപ്പ് കഴിക്കുന്നില്ലേ? കഴിക്കുന്നില്ലേ? കഴിക്കുന്നുണ്ടല്ലോ മോനെ, കേൾക്കുന്നുണ്ടോ? കഴിക്കുന്നുണ്ടല്ലോ, 3 ബോട്ടിലെല്ലാം കഴിക്കുന്നില്ലേ ശരിക്കും കപ്പളി പോവാൻ. ഇത് കഴിക്കാൻ നിങ്ങൾക്ക് ഒരു മിനിറ്റ്. എലിമെൻസിൻ്റെ ലിവ ആൻഡ് ഡെയിൻ, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ആർക്ക് കൊടുക്കാം, ആർക്ക് കൊടുത്തുകൂടാ. ഇത് ആർക്ക് കൊടുക്കാം, ആർക്ക് കൊടുത്തുകൂടാ. ഇത് ആർക്ക് കൊടുത്തുകൂടാന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ മുറിച്ചു മാറ്റിയാൽ രണ്ടാമത് ജോയിൻ്റ് ആവുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ അത് ലിവറാണ്. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ റിമൂവ് ചെയ്താൽ രണ്ടാമത് ജോയിൻ്റ് ആകുന്ന ഒരു സാധനമാണ് ലിവർ. ഈ ലിവറിന് പ്രോബ്ലം വന്നിട്ട് ലിവർ മുറിച്ചു മാറ്റപ്പെടുന്ന ഒരാൾക്ക് ഇത് കൊടുക്കാൻ പാടില്ല. പിന്നെ ഒരു ലിവറിന് ക്യാൻസർ രോഗം വന്നാൽ ആ ലിവർ റിമൂവ് ചെയ്താൽ ചിലപ്പോൾ റിമൂവ് ചെയ്താലും ചില സമയത്ത് അത് ശരിയാവില്ല. അത് വളരെ ഫാസ്റ്റ് സ്പ്രെഡിങ് ആയതുകൊണ്ട് നമുക്ക് ഈ അണുക്കൾ, ഈ ബാക്ടീരിയ, അതായത് ഫാസ്റ്റ് സ്പ്രെഡിങ് നടത്തിയിട്ട് അതിനെ അങ്ങനെ നശിപ്പിച്ചു കളയും. അപ്പോൾ ഇത് എനിക്ക് നല്ലൊരു അറിവുണ്ട് ഇതിനെക്കുറിച്ച്. കാരണം എൻ്റെ ഒരു ഭാര്യൻ്റെ ഉപ്പാക്ക് കസ്തൂർബ മെഡിക്കൽ കോളേജിൽ ഞാൻ 1 മാസം ഉണ്ടായി. അപ്പോൾ ഡോക്ടർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പിന്നെന്താ ഡോക്ടർ, ആ ഉപ്പാക്ക് എന്താ അസുഖം എന്നറിയോ നിങ്ങൾക്ക്? ആ ഉപ്പാക്ക് എന്താ അസുഖം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? ഇല്ല ഡോക്ടർ, അവർക്ക് ക്യാൻസറാണ്. അവർക്ക് ക്യാൻസർ, ലിവറിന് ക്യാൻസർ ആയിരുന്നു പറഞ്ഞു. ഞാൻ അത് അന്താളിച്ചു പോയി. അത് എങ്ങനെയാണ്, അതിന് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് എത്രമാത്രം സാറ്റിസ്ഫൈഡ് ആവും, അല്ല സാറ്റിസ്ഫൈഡ് ആവാതിരിക്കും എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് എത്രമാത്രം ആ രോഗം ആ ലിവറിന് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടോ. അപ്പം പിന്നും ഒരു കടലാസ് ഇതേപോലെ എടുത്തിട്ട്, ഇതേപോലെ പറഞ്ഞാൽ പേപ്പർ കീറിയതല്ല, അദ്ദേഹത്തിൻ്റെ ആ ലെവലിൽ ആ പേപ്പർ എടുത്തിട്ട് അത് അദ്ദേഹം വരച്ചു, ലിവർ വരച്ചു. ലിവറിൻ്റെ ഒരു ഭാഗം വരച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ലിവറിന് സ്പ്രെഡിങ് ആയിക്കൊണ്ടിരിക്കുന്നു ക്യാൻസറിൻ്റെ അണുക്കൾ, രോഗങ്ങൾ. ഇത് റിമൂവ് ചെയ്താൽ പോലും ചിലപ്പം ഈ ഉപ്പ ജീവിച്ചിരിക്കില്ല. റിമൂവ് ചെയ്താൽ പോലും ഈ ഉപ്പ ജീവിച്ചിരിക്കില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ
ലിവർ റിമൂവ് ചെയ്താൽ രക്ഷപ്പെടും, പക്ഷേ ക്യാൻസറിൻ്റെ അണുക്കളിൽ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നു, വളരെ ഫാസ്റ്റായിട്ട് സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ ലിവർ റിമൂവ് ചെയ്താൽ പോലും രക്ഷപ്പെടാനുള്ള ചാൻസുകളില്ല എന്ന് പറഞ്ഞു. അപ്പം ഇത് പിന്നെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെയാണ് ഡിസ്ചാർജ് ചെയ്തിട്ട് നാട്ടിലേക്ക് കൊണ്ടുവന്നു. നാട്ടിൽ നിന്ന് എന്തോ ചെറിയ ചികിത്സ എന്തോ കൊടുത്ത് എന്ന് എനിക്കറിയില്ല. പിന്നെ കുറച്ച് ദിവസത്തിന് ശേഷം ആ ഉപ്പ മരണപ്പെട്ടു. ഇത് പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇങ്ങനെയുള്ള സ്റ്റേജിൽ ഇത് കൊടുക്കാൻ പാടില്ല എന്ന് ഞാൻ അഡ്വാൻസ്ഡ് ആയിട്ട് പറയുന്നു, എല്ലാവരോടും പറയുന്നു. എല്ലാവിധ സ്റ്റേജിലൊന്നും ഇത് പ്രശ്നമില്ല, മനസ്സിലായോ? അത് കളയല്ല. വയറിൽ ഒരു സ്തംഭനം, വയറ് നേരെ ലൂസ് മോഷൻ നേരെ പോകുന്നില്ല, വയറിന് ഒരു അസ്വസ്ഥത, ഒരു പുളിച്ചു തേട്ടല്, വയറിന് പുളിച്ചു തേട്ടല്, ഭക്ഷണം കഴിച്ചിട്ടാകുമ്പം ഒരു പിടുത്തം, ഒരു മേലോട്ടൊരു കയറ്റം, ഒരു നെഞ്ചിലോട്ടൊരു കയറ്റി, നെഞ്ചിലോട്ടൊന്ന് എരിച്ചിൽ വന്ന് ഒരു അസ്വസ്ഥത. ഇങ്ങനെയുള്ളവർക്ക് അസിഡിറ്റി കൂടിയവർക്ക് പ്രത്യേകിച്ച് പറയാം, അസിഡിറ്റിന്റെ പ്രോബ്ലം ഉള്ളവർക്ക് ലിവറിന്റെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അവർക്കൊക്കെ തന്നെ ഈ ലിവ എ ഗെയിൻ എന്ന് പറയുന്ന ഈ സിറപ്പ് ഉപയോഗിക്കാം. 3 ബോട്ടിൽ കഴിക്കുന്നതോട് കൂടിയിട്ട് നല്ല ശമനം കിട്ടുന്നതാണ്. ലിവ എ ഗെയിൻ ഇസ് എ ബെസ്റ്റ് ആയുർവേദിക് മെഡിസിൻ. ലിവ ഗെയിൻ അസിഡിറ്റി പൂർണ്ണമായും മാറുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.